ഈ വീഡിയോയിലൂടെ എന്നെ കാണുന്ന എല്ലാ ദൈവമക്കൾക്കും വകവരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് നിങ്ങളെ സ്പർശിക്കട്ടെ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകൾ, അതിനകത്ത് സംസാരിച്ച ചിന്തകൾ, ദൈവവചനത്തിലെ രഹസ്യങ്ങൾ, അത് നിങ്ങളെ സ്പർശിച്ചെന്നും അത് നിങ്ങളെ ആഴമായി അതിനെ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന സബ്ജക്റ്റ് സ്പിരിറ്റ് ഓഫ് ഫിയർ, ഭയത്തിൻ്റെ ആത്മാവിനെ പറ്റിയാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഈ വീഡിയോയിലൊക്കെ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചിന്തകളിലേക്ക്, ഈ ദൈവവചനത്തിലുള്ള ഈ വചനചിന്തയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അധികം മുഖവുരകളൊന്നും പറയാതെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ഇതൊരു വലിയ ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് എങ്കിലും ഞാനതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഈ സംസാരിക്കുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും എൻ്റെ ലൈഫിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞതുമായ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. അത് നിങ്ങളെയും ഈ സബ്ജക്റ്റും ഈ വിഷയവും നിങ്ങളെ തൊടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയം, ഇതൊരു മനുഷ്യനിലുണ്ടാകുന്ന ഒരു ഇമോഷനാണ് ഭയം. മറ്റെല്ലാ വികാരങ്ങൾ പോലെ തന്നെയും എല്ലാ മനുഷ്യരിലും ഉണ്ടാകുന്ന ഒരു സാധാരണമാകുന്ന ഒരു വികാരമാണ് ഭയമെന്ന് പറയുന്നത്. ഒരു പരിധിവരെ ഭയം മനുഷ്യന് ഉണ്ടാകണം, അത് നല്ലതാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ വാഹനം ഓടിക്കുമ്പോൾ ആ വാഹനത്തിൻ്റെ ആ സമയത്തുണ്ടാകുന്ന വാഹനത്തിൻ്റെ കണ്ടീഷൻ, എത്രത്തോളം കിലോമീറ്റർ സ്പീഡിൽ പോകാൻ ആ വാഹനത്തിന് പറ്റും, ആ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം, അതിനെപ്പറ്റിയുള്ള അറിവ്, ഇതൊക്കെ ഉള്ള ഒരാൾക്ക് അതിനപ്പുറത്തേക്ക് ആ വാഹനത്തിൻ്റെ വേഗത പോകുമ്പോൾ ആ വാഹനത്തിൻ്റെ അപ്പോഴത്തെ കണ്ടീഷൻ അപ്പുറത്തേക്ക് ആ വാഹനത്തിൻ്റെ രീതിയിലുള്ള ഡ്രൈവിംഗ് അത് വലിയ അപകടം ഉണ്ടാക്കും. പക്ഷേ ഒരു ഭയമുള്ളിൽ ഉള്ള ഒരാൾ അതറിഞ്ഞ് ആ വാഹനത്തിൻ്റെ പെർഫോമൻസും ആ വാഹനത്തിൻ്റെ അപ്പോഴത്തെ കണ്ടീഷനും അറിഞ്ഞ് ഭയമുള്ളൊരാൾ വണ്ടി ഓടിക്കുന്നത് പോലെ, ആ ഭയം നല്ലതാണ്, നല്ല റിസൾട്ട് മനുഷ്യന് കൊണ്ടുവരും. ഇല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകുന്ന കാര്യം, ആ ഭയം നമ്മളെ കുറച്ചും കൂടെ സുരക്ഷിതമാക്കും. പ്രായത്തിന് മുതിർന്ന ഒരാളോട് തോന്നുന്ന ഒരു ഭയം, ബഹുമാനം കൊണ്ടുണ്ടാകുന്ന ഭയം, അല്ലെങ്കിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനോട്, ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ഒരാളോട്, നമ്മുടെ സുഹൃത്തുക്കളോട് മിണ്ടുന്നത് പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കില്ല. അതുപോലെ ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു വലിയ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളോട് ആ പൊസിഷനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഭയം, അത് നല്ലൊരു അച്ചടക്കത്തിൻ്റെ ഭാഗമാണ്. സങ്കീർത്തനം 2:11 പറയുന്നത്, ഭയത്തോടെ യഹോവയെ സേവിക്കുവിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കുവിൻ. ഇത് ഈ ഭയം എന്ന് പറയുന്നത് പേടിയല്ല, ദൈവത്തിൻ്റെ ഒരു ഭീകര രൂപത്തെ ഓർത്തുള്ള ഭയമല്ല, ബഹുമാനം കൊണ്ടുള്ള ഭയമാണ്. അത് മനുഷ്യനിൽ നല്ല അച്ചടക്കവും നല്ല ക്യാരക്ടറും കൊണ്ടുവരാൻ ബഹുമാനം കൊണ്ടുള്ള ഭയത്തിന് സാധിക്കും. അപ്പോൾ ഭയം നല്ല രീതിയിലൊരു മനുഷ്യനിൽ നല്ല ഔട്ട്പുട്ട് തരുന്ന ഭയങ്ങളുണ്ട്, അത് നല്ലതാണ്. അതൊരു മനുഷ്യന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഭയങ്ങളുണ്ട്, അതൊരു വികാരമാണ്. എന്നാൽ അതിന് പുറത്ത് ഈ ഭയം എന്നുള്ളതിൻ്റെ ഒരു ആത്മാവുണ്ട്. 2 തിമോഥെയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയത്രേ ദൈവം നമുക്ക് തന്നത്.
ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ഭയത്തിൻ്റെ ആത്മാവിനെയല്ല. അപ്പം ഭയം എന്നുള്ളത് ഒരാത്മാവാണ്. 2, ഈ ആത്മാവ് വന്നത് ദൈവത്തിൽ നിന്നുമല്ല. 2 തിമോഥെയോസിൻ്റെ ലേഖനം 1:7 അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം ദൈവത്തിൽ നിന്നല്ലാത്ത ഒരു ആത്മാവ് വരുന്നെങ്കിൽ ആ ആത്മാവിൻ്റെ ഉറവിടം സാത്താനിക ലോകമാണ്. അപ്പം ഭയത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് പൈശാചിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ ആയുധങ്ങളിലൊന്നാണ്. അതിൻ്റെ ഒരു 3 പോയിൻ്റ് മാത്രമേ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം പിശാചിൻ്റെ ആയുധമാകുന്ന ഭയം, ആ ഭയം ഒരു സ്പിരിറ്റാണ്. ഈ ഭയം, ഈ ആയിട്ടുള്ള ഭയം നമ്മളിലുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. 1, നമ്മുടെ ഫ്യൂച്ചറിനെ ഓർത്തുള്ള ഭയം, നാളെയെക്കുറിച്ച് ഓർത്തുള്ള ആദി ഭയം, ടെൻഷൻ, എന്തായിത്തീരും. ഒരു മാനുഷിക നിലയിൽ ഇതുണ്ടാകുന്നത് വലിയ പ്രശ്നമില്ല. പക്ഷേ ഇത് ഒരു സ്പിരിറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നാളെയെക്കുറിച്ച് ഓർത്ത് ഭയങ്കര ഒരു ഭയത്തിലേക്ക് പോകും. ഈ വീഡിയോ കാണുമ്പോൾ അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ഹൃദയത്തിൽ നിന്ന് കൈമാറുന്നു, ഇതൊരാത്മാവാണ്. ഇന്ന് ഈ വചനം ആ ആത്മാവിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തരട്ടെ. 2ാമത്തെ കാര്യം, സ്പിരിറ്റ് ഓഫ് ഫിയറിൻ്റെ 2ാമത്തെ ഏരിയ ഫിയർ ഓഫ് ഡെത്ത് ആണ്. മരണത്തെക്കുറിച്ചുള്ള ഭയം, മരണഭയം. വെറുതെ ഇരിക്കും അങ്ങ് തോന്നുകയാണ്, മക്കൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പം വരുന്ന വഴിക്ക് അപകടം ഉണ്ടാകുമോ, വെള്ളത്തിൽ വീഴുവോ, അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള മകൻ അല്ലെങ്കിൽ ഹസ്ബൻഡ് വാഹനമെടുത്ത് ജോലിക്ക് പോകുമ്പോൾ ആക്സിഡൻ്റ് ഉണ്ടാകുമോ, പോകുന്ന വഴിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ. ഇത് ദൈവികമല്ല, ഇതൊരു സ്പിരിറ്റാണ്. ഈ ഫ്യൂച്ചറിനെ, നമ്മുടെ പ്രോമിസിലേക്ക് നമ്മളെ എത്തിക്കാതിരുത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പിശാചിൻ്റെ ഒരു വെപ്പണെന്ന് പറയുന്നത് ഭയമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്ക് സൈക്കിൾ ചവിട്ടാൻ ആഗ്രഹമുണ്ട്, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെ പുറത്ത് കയറി ചവിട്ടിയാൽ വീഴുമോ എന്നുള്ള ഭയമുള്ള ഒരാൾക്ക് ഒരിക്കലും ആ ഒരു കാര്യം പഠിക്കാൻ പറ്റത്തില്ല. ഈ ഭയം ഒരു മനുഷ്യനെയും, അവൻ എത്ര സ്കില്ലും എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും അവൻ്റെ ഫ്യൂച്ചറിലേക്ക് എത്താതെ അവനെ പിന്നോട്ട് വലിക്കുന്ന പൈശാചിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് ഈ ഫിയർ എന്ന് പറയുന്നത്. ഇന്ന് ആ സ്പിരിറ്റ് ഈ വചനം കേൾക്കുന്നവരുടെ ലൈഫിൽ നിന്നും ഇറങ്ങിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ധൈര്യമായി സ്റ്റെപ്പ് വെക്കുക. നിന്നെ വലിയ റിസൾട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിഞ്ഞിട്ട് നിൻ്റെ അകത്തിടുന്ന എല്ലാ ഭയത്തിൻ്റെ സ്പിരിറ്റുകളും ഈ വചനം അയച്ച് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫ്യൂച്ചറിനെ കുറിച്ചോർത്ത് ഭയം ഉണ്ടാകാനുള്ള കാരണം ദൈവത്തിലുള്ള ആശ്രയമില്ലാത്തത് കൊണ്ടാണ് ഭാവിയെക്കുറിച്ച് ഭയമുണ്ടാകുന്നത്. 2 കാരണങ്ങളാണ് ഭാവിയെക്കുറിച്ച് ഭയമുണ്ടാകാനുള്ള പ്രധാന കാരണം. 1, ദൈവത്തെക്കുറിച്ചുള്ള ഉറപ്പില്ലായ്മ. ഞാൻ നിങ്ങളോട് ഹൃദയത്തിൽ നിന്നും ഈ വചനം നിങ്ങളോട് പറയുന്ന ഏറ്റവും പരമപ്രധാനമായ ട്രൂത്ത്, ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വളരെ എനിക്ക് രസകരമായി തോന്നുന്നൊരു കാര്യം, 6 ദിവസം കൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കി, വൃക്ഷങ്ങളുണ്ടാക്കി, മൃഗങ്ങളെ ഉണ്ടാക്കി, പർവ്വജാതികളെ ഉണ്ടാക്കി. ഈ പ്രപഞ്ചം അതിൻ്റെ സൃഷ്ടിയുടെ പൂർത്തിയിലെത്തിയതിന് ശേഷമാണ് ദൈവത്തിൻ്റെ ഇമേജിലും ദൈവത്തിൻ്റെ ലൈക്നെസ്സിലും ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. എന്താണ് ആ മെസ്സേജ് പറയുന്നത്? എന്താണ് ദൈവം അങ്ങനെ സൃഷ്ടിച്ചതിൻ്റെ കാരണം? കാര്യം മനുഷ്യന് വേണ്ടിയതെല്ലാം അവന് മുമ്പേ കരുതി വെച്ച ദൈവത്തിൻ്റെ കരുതലുകൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഏലിയാവിനോട് പറഞ്ഞ വാക്കെന്താണ്? നീ കെരുത്തിലേക്ക് പോകുക, നിനക്ക് വേണ്ടി ആഹാരം നൽകാൻ ഞാൻ കാക്കയോട് കൽപ്പിക്കാമെന്നോ കൽപ്പിച്ചോളാമെന്നോ അല്ല, കൽപ്പിച്ചിട്ടുണ്ട്. കരുതുന്ന ദൈവം.
മോറിയ ദേശത്ത് പർവ്വതത്തിലേക്ക് യാഗത്തിന് വേണ്ടി നടന്നു നീങ്ങുന്ന അബ്രഹാം ഇസ്ഹാക്കിൻ്റെ മുഖത്ത് നോക്കി ദൈവത്തെ പറ്റി പറയുന്ന പദം യഹോവ കരുതുന്ന ദൈവമാണ്. ഞാൻ ആരോട് പറയുന്നു, നിൻ്റെ ഭാവിക്ക് വേണ്ടിയതെല്ലാം എൻ്റെ ദൈവം കരുതി വച്ചിട്ടുണ്ട്. നിൻ്റെ ഭാവിക്ക് വേണ്ടുന്ന സ്വത്ത്, നിൻ്റെ ഭാവിക്ക് വേണ്ടുന്ന സമ്പത്ത്, നിൻ്റെ ഭാവിക്ക് വേണ്ടുന്നതെല്ലാം സകലവും കരുതി വെച്ചൊരു ദൈവം. അതങ്ങനെ കാണുന്നവർ മാത്രം ആ വലത് കരമൊന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞേ, എൻ്റെ ദൈവം കരുതുന്ന ദൈവമാണ്. പിശാച് കേൾക്ക്, നിൻ്റെ വീട്ടിലെ സാഹചര്യം കേൾക്ക്, ആ സമ്പത്ത് കേൾക്ക്, ആ ഞെരുക്കം കേൾക്ക്, ആ തലമുറയുടെ ഭാവി കേൾക്ക്, വിളിച്ചു പറ, എൻ്റെ ദൈവം കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. രണ്ടാമത്, ഫ്യൂച്ചറിനെ കുറിച്ചോർത്ത് ഭയമുണ്ടാകുന്ന പ്രധാന റീസൺ പാസ്റ്റിലുണ്ടായ മുറിവുകളാണ്. ഭൂതകാലത്തിലെ മുറിവുകൾ ഭാവിയിലേക്ക് നിന്നെ നടക്കാൻ നിന്നെ ഭയപ്പെടുത്തും. അന്നിങ്ങനെ നടന്നപ്പോൾ എങ്ങനെ സംഭവിച്ചതല്ലേ? അന്നിതേപോലെ ഒരു ബന്ധമുണ്ടായിട്ട് ആ ബന്ധം എന്നെ മുറിവേൽപ്പിച്ചതല്ലേ? അന്നിതേപോലെ തന്നെ ഒന്ന് സംഭവിച്ചതല്ലേ? ഇതും അതിലേക്ക് തന്നെയാണ് പോകുന്നത്. സോ പാസ്റ്റിനെ കുറിച്ചുള്ള ചിന്തകൾ ഫ്യൂച്ചറിലെ ഒരു ഭയമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അത് ഈ പ്രധാനമായിട്ടും കാണുന്നത് ബന്ധങ്ങളിലാണ്. കാര്യം പാസ്റ്റിൽ ഒരുപാട് ബന്ധങ്ങൾ നമ്മളെ ചതിച്ചിട്ടുള്ളവരുണ്ടാകാം, നമ്മളെ ചീറ്റ് ചെയ്തിട്ടുള്ളവരുണ്ടാകാം, നമ്മൾ പൂർണ്ണമായും സ്നേഹിച്ചിട്ട് നമ്മളെ പറ്റിച്ച് പോയിട്ടുള്ളവരുണ്ടാകാം. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുമെന്നുള്ള പേടിയിൽ ബന്ധങ്ങളിൽ വളരെ ഇൻസെക്യൂർഡായിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നിൻ്റെ ഭൂതകാലത്തിലെ സകല കഥകളും കർത്താവിനറിയാം. അവൻ ഫ്യൂച്ചറിൽ അതല്ല നിനക്ക് വെച്ചിട്ടുള്ളത്. പല ആവർത്തി ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പേരെന്താണെന്നറിയാമോ? യെശയ്യാ പ്രവചനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും പല ആവർത്തി ആ പേര് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ആ പേരിങ്ങനെയാണ്: ഐ ആം ദ ആൽഫ ആൻഡ് ഐ ആം ദ ഒമേഗ. ഞാൻ ആദ്യനും അന്ത്യനുമാണ്. പല ആവർത്തി ദൈവത്തെക്കുറിച്ച് കൊടുക്കുന്ന ഐഡൻറ്റിറ്റി, ഞാൻ ആൽഫയും ഒമേഗയുമാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ പാസ്റ്റാണ്, ഞാൻ ഫ്യൂച്ചറാണ്. എൻ്റെ ചോദ്യം, ഹൂ ഈസ് ദ പ്രസൻറ്റ്? നമ്മുടെ ദൈവം ഭൂതകാലത്തിലുണ്ട്. നമ്മുടെ ഭൂതകാലം ദൈവമാണ്, നമ്മുടെ ഭാവികാലം ദൈവമാണ്. അപ്പോൾ വർത്തമാനകാലത്തിൽ എന്താണ്? ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. പാസ്റ്റിൽ ദൈവം, പ്രസൻറ്റിൽ ഞാൻ, ഫ്യൂച്ചറിൽ വീണ്ടും ദൈവം. എൻ്റെ ഭൂതകാലത്തിലും എൻ്റെ ഭാവി കാലത്തിലും എന്നെ അടച്ച് സുരക്ഷിതമാക്കി നിർത്തിയത് എൻ്റെ ദൈവം മാത്രമാണ്. ഞാൻ വീണ്ടും ആ പദത്തെ അങ്ങനെ തന്നെ കൈമാറാം. മൈ ഗോഡ് ഈസ് ദ ഒമേഗ, ആൽഫ ആൻഡ് ഐ ആം ദ പ്രസൻറ്റ്. മൈ ഗോഡ് ഈസ് മൈ ഫ്യൂച്ചർ. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളെ ഒരു വലിയ ധൈര്യത്തിലേക്ക് കൊണ്ടുപോകും. എൻ്റെ ഇന്നലെ എൻ്റെ ദൈവമാണ്, ഇന്നിൽ ഞാൻ ജീവിക്കുന്നു, എൻ്റെ നാളെ ദൈവമാണ്. ഒന്നും കൂടെ പറയുന്നു, ഇന്നലകൾ പാസ്റ്റ്, അവിടെ എൻ്റെ ദൈവമാണ്. ഫ്യൂച്ചർ, അവിടെയും എൻ്റെ ദൈവമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ഞാൻ. ഇസ്രായേൽ ജനം മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ മിസ്രൈം അവരെ തൊടാതിരിക്കാൻ അതിൻ്റെ ഇടയിൽ ഒരു അഗ്നി തൂണായ ദൈവം ഇറങ്ങി നിന്നിട്ട് പാസ്റ്റിൻ്റെ മുമ്പിൽ ഒരു തൂണായി ഇറങ്ങി നിൽക്കുന്ന ആൽഫ, ഫ്യൂച്ചറിൽ അവർക്ക് വഴികാട്ടിയായി ഇറങ്ങി നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവം, ആ ദൈവം ഒമേഗയാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഭൂതകാലത്തിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതൊന്നും ഇനി നിങ്ങളിൽ സംഭവിക്കാത്തതുപോലെ ദൈവത്തിൻ്റെ കരുതലുകൾ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ഇന്നലകളിൽ സംഭവിച്ച മുറിവുകൾ, ഇന്നലകളിൽ സംഭവിച്ച വേദനകൾ, ഇന്നലകളിൽ സംഭവിച്ച ചതി, ഫേക്ക്, അതിനകത്തുനിന്നെല്ലാം കർത്താവ് ഇന്ന് ഈ വചനം ആ ഭയത്തിൽ നിന്നും നിങ്ങളെ വേരോടെ പുറത്തെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു പദം കൂടെ പറഞ്ഞിട്ട്, ഒരു പോയിന്റും കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. ഈ ഭയം ഉണ്ടാകാൻ കാരണം, ഈ ഭയത്തിൻ്റെ സ്പിരിറ്റ് മനുഷ്യനുണ്ടാകാൻ കാരണം ദൈവത്തിൽ നിന്നുമുള്ള സെപ്പറേഷനാണ്.
ഏദൻ പൂങ്കാവനത്തിൽ 6 ദിവസം കൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കി 6-ാമത്തെ ദിവസം തൻ്റെ കൈവിരലുകൾ കൊണ്ട് ഭൂമിയിലെ പൊടിയിൽ നിന്നും മനുഷ്യനെ ഉണ്ടാക്കി മനുഷ്യൻ്റെ മൂക്കിൽ ദൈവത്തിൻ്റെ ജീവശ്വാസം ഊതി. ആ മനുഷ്യൻ ഒന്നിനെയും ഭയപ്പെട്ടില്ല. തൻ്റെ സൃഷ്ടാവാകുന്ന ദൈവത്തിനെ അല്ലാതെ ഒന്നിനെയും ഭയപ്പെടാത്ത മനുഷ്യൻ. ഇരുട്ടിനെ ഭയമില്ല, മരണഭയമില്ല. തിന്നുന്ന നാളെ നീ ഭരിക്കുമെന്ന് പറയുമ്പോൾ മരണഭയമില്ല. കാര്യം മരണം എന്താണെന്ന് ആദം കണ്ടിട്ടില്ല. മരണഭയമില്ല, ഇരുട്ടിനെ പേടിയില്ല, മറ്റൊരു ലോകത്തെ ഭയമില്ല. പക്ഷെ ആ മനുഷ്യൻ ആദ്യമായി ഭയപ്പെടുന്നത് തൻ്റെ ദൈവത്തെയാണ്. ആ ഭയം ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണോ ചെയ്തത്? സങ്കീർത്തനം 2:11 പറയുന്നു, ഭയത്തോട് യഹോവയെ സേവിപ്പിൻ. ആ ഭയം നിന്നെ ദൈവത്തോട് സ്നേഹിക്കാൻ, ദൈവത്തോട് അടുപ്പിക്കും. സങ്കീർത്തനം 2:11 പറയുന്ന ഭയം. പക്ഷെ ഉൽപ്പത്തിയിൽ സംഭവിച്ച ഭയം ദൈവത്തിൽ നിന്നും അകറ്റുകയാണ് ചെയ്തത്. ഒരു മരത്തിൻ്റെ പുറകിൽ ആദമും ഹവ്വയും ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടപ്പോൾ ഓടി ഒളിച്ചിരുന്നു, ഭയപ്പെട്ടു. ഈ ഭയത്തിൻ്റെ കാരണം സെപ്പറേഷനാണ്. ദൈവത്തിൽ നിന്നും ഒരു മനുഷ്യൻ വേർപെട്ടാൽ അവനിൽ അടുത്തതായി പൊസസ്ഡ് ആകുന്ന സ്പിരിറ്റ്, അത് സ്പിരിറ്റ് ഓഫ് ഫിയർ ആണ്, സെപ്പറേഷൻ. യേശുവിനെ പല ആവർത്തി ആളുകൾ കൊല്ലാൻ ശ്രമിച്ചു. ദേവാലയത്തിൻ്റെ മുമ്പിൽ നിന്നും ആ മലയിൽ നിന്നും തലകീഴായി തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ കല്ലും എടുത്ത് പിടിച്ച് നിന്നവരുടെ നടുവിൽ ഒന്നും മിണ്ടാതെ യേശു നിശബ്ദനായി നടന്നുപോയി. ഭയപ്പെട്ട് ഓടി ഒളിച്ചെന്നല്ല. കാര്യം യേശുവിന് ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ട്, പിതാവുമായിട്ടുള്ള ബന്ധമുണ്ട്. തന്നെ കാലത്തെപ്പറ്റി, നിര്യാണ കാലത്തെപ്പറ്റി വളരെ വ്യക്തമായി യേശുവിനറിയാം. കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ 1 കുറയാൻ 40 അടി അവൻ ചാട്ട കൊണ്ട് ചുഴറ്റി പുറത്തടിച്ചാലും കൈകാലുകൾ ആണി തറയ്ക്കപ്പെട്ടാലും തൻ്റെ പ്രാണൻ പിതാവേ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയാതെ ആ പ്രാണന്റെ മീതെ മറ്റൊരു ലോകത്തിന് കൈകടത്താൻ പറ്റില്ലെന്ന്, ആക്സസ് ഇല്ലെന്ന് യേശുവിനറിയാം. രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരുന്നത് ആ ധൈര്യം കൊണ്ടാണ്, പിതാവുമായിട്ടുള്ള ബന്ധമാണ്. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് പേടിച്ച് ഭയന്ന് ഇരുന്ന 12 ശിഷ്യന്മാർ, നിങ്ങൾക്ക് ചരിത്രം പഠിച്ചാൽ അറിയാം. എല്ലാ ശിഷ്യന്മാരും രക്തസാക്ഷികളാണായിട്ടുള്ളത്. യോഹന്നാൻ തിളച്ച എണ്ണയ്ക്കകത്തിട്ടിട്ട് ഭയമുണ്ടാകാത്ത മനുഷ്യൻ. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ, നീറോ ചക്രവർത്തിയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യൻ ഭയപ്പെട്ടെന്ന് ബൈബിളിൽ കാണുന്നില്ല. പൗലോസിൻ്റെ സ്ഥലത്ത് വെച്ച് അടിച്ച് പൗലോസും മരണം മുഖാമുഖം കണ്ടെന്ന് വിചാരിച്ച സമയത്ത് പോലും ഭയത്തിൻ്റെ മരണഭയം കയറിയിട്ടില്ല പൗലോസിൻ്റെ അകത്ത്. അടുത്ത സെല്ലിനകത്ത് ആളുകളുടെ കഴുത്തറുക്കുന്ന വാളിൻ്റെ മൂർച്ച കൂട്ടുന്ന ശബ്ദം കേട്ടിട്ടും പത്രോസ് കിടന്നുറങ്ങുന്നു. ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ പ്രസംഗ ഭാഷയാണ്, ബൈബിളിൽ പോയി തപ്പരുത് കേട്ടോ. അവിടെ കിടന്നുറങ്ങുന്നു. എന്താ ഈ ധൈര്യത്തിൻ്റെ കാരണം? ദൈവത്തെക്കുറിച്ചുള്ള ബന്ധമുണ്ടായി വന്നു. ഉലയുന്ന പടകിനകത്ത് കാറ്റും കടലും പ്രതികൂലമായപ്പോൾ 12 ശിഷ്യന്മാരും ഭയപ്പെട്ടപ്പോൾ യേശു മാത്രം സ്വസ്ഥമായി കിടന്നുറങ്ങിയ കാര്യം, പിതാവുമായിട്ടുള്ള ബന്ധം യേശുവിന് വളരെ ഡീപ്പറായിട്ടുണ്ട്. സോ ദൈവത്തിൽ നിന്നുമുള്ള അകൽച്ചയാണ് മനുഷ്യനിൽ ഭയം കൊണ്ടുവരുന്നത്. മരണഭയത്തിൻ്റെ റീസൺ ദൈവത്തിൽ നിന്നുമുള്ള റിജക്ഷനാണ്, ദൈവത്തിൽ നിന്നുമുള്ള സെപ്പറേഷനാണ്. ഭയം കുറ്റബോധം കൊണ്ടുവരും, കുറ്റബോധം ദൈവത്തിൽ നിന്നും അകറ്റിക്കളയും. നേരെ മറിച്ച് ദൈവത്തിൽ നിന്നുമുള്ള സ്നേഹം, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. സ്നേഹം നിനക്ക് അനുതാപം കൊണ്ടുതരുന്നു, അനുതാപം റിലേഷനിലേക്ക് കൊണ്ടുവരുന്നു. മുടിയനായ പുത്രനിലുണ്ടായത് അപ്പനെക്കുറിച്ച് ഓർത്തപ്പോഴുള്ള ഭയമല്ല, അപ്പനെക്കുറിച്ച് ഓർത്തപ്പോൾ ഉണ്ടാകുന്ന ലവ്, സ്നേഹമാണ്. ആ സ്നേഹം അനുതാപത്തിലേക്ക് കൊണ്ടുപോയി. അനുതാപം തിരിച്ച് ആ വീട്ടിലേക്ക് അവനെ കൊണ്ടുവന്നു. അപ്പനും മകനും തമ്മിലുള്ള ആ റിലേഷനിലേക്ക് ആ ലവ്, ആ അനുതാപം കൊണ്ടെത്തിച്ചു. നിങ്ങളുടെ പാപം എത്ര കടിഞ്ചുവപ്പാണെങ്കിലും ഈ വചനം
ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് കൈമാറുന്നു. ഭയപ്പെടരുത്, ദൈവത്തെ സ്നേഹിക്കുക, കുറ്റബോധം വേണ്ട, അനുദപിക്കുക. നിന്റെ പാപം എത്ര കടുംചുവപ്പാണെങ്കിലും എൻ്റെ യേശുവിൻ്റെ രക്തത്തിന് അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ പറ്റും. ഫൈനൽ പോയിന്റ്, ഇരുട്ടിനെ കുറിച്ചുള്ള ഭയം. ദൈവത്തിൽ നിന്ന് നമ്മളുടെ ബന്ധം നഷ്ടപ്പെടുമ്പോഴാണ് ഭയമുണ്ട്. ഒരു വാക്യം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ദൈവത്തിൽ നിന്ന് നമ്മളുടെ ബന്ധം നഷ്ടമാകുമ്പോഴാണ്, റിലേഷൻ നഷ്ടമാകുമ്പോഴാണ് ഇരുട്ടിൻ്റെ ഭയമുണ്ടാകുന്നത്, മരണഭയമുണ്ടാകുന്നത്. ഒരു പോയിന്റും കൂടെ ഞാൻ പറയാം. ഒരു വാക്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, അതിൻ്റെ 41-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം എങ്ങനെ പറയുന്നു? നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ വചനം ചില വീടിനകത്തേക്ക് ഒരു മന്ന വീഴുന്നത് പോലെ വീഴട്ടെ. പെറുക്കി ഈ വചനത്തെ ഭക്ഷിക്കുക. ഇത് ജീവനായി രൂപാന്തരപ്പെടാൻ പോകുകയാണ്. ഒന്നും കൂടെ ആ വചനത്തെ ഹൃദയങ്ങളിലേക്ക് ഞാൻ ഈ കൈമാറുമ്പോൾ, ഈ വചനം വായിക്കുമ്പോൾ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇരിക്കുന്ന സ്ഥലത്ത് ആ വലതുകരം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചെന്ന് എൻ്റെ കൂടിയ വചനത്തെ സ്വീകരിക്കുക. ഈ വചനം പറയുമ്പോൾ തന്നെ ചില വീടിനകത്തു നിന്ന് ഭയത്തിൻ്റെ സ്പിരിറ്റുകൾ നിങ്ങളുടെ മനോഭാവത്തിൽ നിന്നും, മൈൻഡിൽ നിന്നും, ശരീരത്തിൽ നിന്നും അത് വേരോടെ ഇറങ്ങിപ്പോകും. അത് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, യെശയ്യാ 41:10 വലതുകരമെന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഒന്ന് തിരിച്ച് പറയാം ആ വചനത്തെ, ഒന്ന് തിരിച്ച് ആ വലതുകരം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഞാനൊന്ന് കൺഫസ് ചെയ്യുന്നത് പോലെ എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് വായിച്ചേ. ഞാൻ ഭയപ്പെടില്ല, നീ എന്നോട് കൂടെയുണ്ട്. ഞാൻ ഭ്രമിച്ചു നോക്കില്ല, നീ എൻ്റെ ദൈവമാണ്. ഒന്നും കൂടെ വചനത്തെ വേഗം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. അടുത്ത വാക്ക് നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് കൺഫസ് ചെയ്യുന്നത് പോലെ, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് ഒന്ന് നമ്മൾ കൺഫസ് ചെയ്യുന്ന പോലെ പറഞ്ഞേ. നീ എന്നെ ശക്തീകരിക്കും, നീ എന്നെ സഹായിക്കും. നിന്റെ നീതിയുള്ള വലം കൈകൊണ്ട് നീ എന്നെ താങ്ങും. ഒന്നും കൂടെ വൃത്തിക്ക് ആ വചനം ഒന്ന് കൺഫസ് ചെയ്യാൻ പോകുകയാണ്. ആദ്യത്തെ വാക്ക് ദൈവം പറയുന്നത് പോലെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. അടുത്ത വാക്ക് ഞാൻ എൻ്റെ പിതാവിനോട് പറയുന്നത് പോലെ, പിശാച് കേൾക്കെ, ആ ഇരുട്ടിൻ്റെ ആ ലോകം കേൾക്കെ, നിന്റെ വീട് കേൾക്കെ, തലമുറയുടെ ഭാവി കേൾക്കെ, നിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഭയം കേൾക്കെന്ന് വിളിച്ചു പറഞ്ഞേ. നീ എന്നെ ശക്തീകരിക്കും, നീ എന്നെ സഹായിക്കും. പിതാവേ, നീ എന്നെ ശക്തീകരിക്കും. പിതാവേ, നീ എന്നെ സഹായിക്കും. പിതാവേ, നിന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് നീ എന്നെ താങ്ങും. ആ വലതുകരമെന്ന് ഇരു കരങ്ങളുമൊന്ന് ഉയർത്തിപ്പിടിച്ചോ. വലതുകരമെന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചോ. ഒന്നും കൂടി ആ വചനം ഒന്ന് പറഞ്ഞ്, പിതാവേ, നീ എന്നെ ശക്തീകരിക്കും. എനിക്കറിയാം നീ എന്നെ ശക്തീകരിക്കും. പിതാവേ, നീ എന്നെ സഹായിക്കും. പിതാവ്, നിന്റെ നീതിയുള്ള വലം കൈകൊണ്ട് നീ എന്നെ താങ്ങും. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. നല്ല പിതാവേ, ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് കൂടെ ഈ വചനം കേട്ട എല്ലാ ദൈവമക്കളെയും ഈ വചനം കൊണ്ട് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യെശയ്യാവ് 41:10 ഞങ്ങൾക്ക് തന്ന ഒരു ഉറപ്പാണല്ലോ. ഓ മൈ ജീസസ്, ഐ ക്യാൻ ഫീൽ ദ പ്രസൻസ്. എനിക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നു. ഇത് ഈ വചനം കേൾക്കുന്ന ആരിലേക്കോ ഈ വചനം ഒരു ശരീരമായി ഇറങ്ങി വന്ന് ഉറപ്പ് തരാൻ പോകുകയാണ്. എൻ്റെ ദൈവം നിന്നെ താങ്ങും, എൻ്റെ ദൈവം നിന്നെ സഹായിക്കും, എൻ്റെ ദൈവം നിന്നെ ശക്തീകരിക്കും,
എൻ്റെ ദൈവത്തിൻ്റെ നീതിയുള്ള വലം കൈ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഞങ്ങളുടെ നല്ല പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങളെ ശക്തീകരിക്കട്ടെ, ഈ വചനം ഞങ്ങളെ സഹായിക്കട്ടെ, ഈ വചനം ഞങ്ങളെ സൗഖ്യമാക്കട്ടെ. എല്ലാ ഭയത്തിൻ്റെ ആത്മാക്കളും, ഭാവിയെക്കുറിച്ചുള്ളത്, തലമുറയെക്കുറിച്ചോർത്തുള്ളത്, രോഗത്തെക്കുറിച്ചോർത്തുള്ളത്, മരണത്തെക്കുറിച്ചോർത്തുള്ളത്, ഇരുട്ടിനെക്കുറിച്ചോർത്തുള്ളത്, എല്ലാ മേഖലകളിലും സ്പിരിറ്റ് ഓഫ് ഫിയർ, ഭയത്തിൻ്റെ ആത്മാവ് ഒരു വിത്ത് പോലെ ഒളിഞ്ഞിരുന്ന് ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വീടിനകത്ത് അങ്ങനത്തെ ഒരു പൈശാചിക ലോകത്തിൻ്റെ ഭയത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു വേരോട്ടമുണ്ടെങ്കിൽ, ഇന്ന് ഈ വചനം പറഞ്ഞ് ആ കുടുംബങ്ങളെ ഞാൻ സൗഖ്യമാക്കുകയാണ്. ദൈവശക്തി ഇറങ്ങി വരട്ടെ പിതാവേ. ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹം ഇറങ്ങി വരട്ടെ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുമെന്നാണ്. ആ വചനം അങ്ങനെ തന്നെ ക്രിയ ചെയ്യട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള ഡീപ്പർ ഇൻറ്റിമസി, ആഴമേറിയ ബന്ധമുണ്ടായി വരട്ടെ. വളരെ അടുത്ത് ദൈവത്തെ കാണുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ പിതാവ് ഈ ജനത്തിന് അവിടെ നിന്ന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ വചനം പറഞ്ഞ് ഞാൻ അനുഗ്രഹിക്കുന്നു. അത്ഭുതമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. വീണ്ടും ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടെ വചനം പറഞ്ഞ് ബ്ലസ് ചെയ്യുന്നു. യെശയ്യാവ് 41:10. ഹൃദയത്തിലെ വചനത്തെ സ്വീകരിക്കുക, അതിനെ വിശ്വസിക്കുക. വലിയ റിസൾട്ടുകൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവുമായി വീണ്ടും നമുക്ക് കാണാം. ഇത് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലേക്കോ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളിലേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ, ഈ ശുശ്രൂഷകൾ അനുഗ്രഹമായെങ്കിൽ മറ്റാളുകളിലേക്കും ഇത് ഷെയർ ചെയ്യുക. ലൈക്ക് കൂട്ടാനോ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനോ ഒന്നുമല്ല, നിങ്ങൾക്കിത് പ്രയോജനമായെങ്കിൽ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.